ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പഞ്ചായത്തിലെ പരിക്കളത്താണ്. പരിക്കളം പെരുമ്പുഴ അച്ഛൻ ക്ഷേത്രത്തിൽ നാളെ മാർച്ച് 7, 8 തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെയ്യത്തിന് അടയാളം കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരുന്നി ചോപ്പും ചോണയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തോ വരിക വേണോ വരിക വണ്ടാർമുടി ചോലേ അന്തിമയങ്ങുമ്പം ഇപ്പോൾ മനോഹരമായിട്ടുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി മെമ്പറാണല്ലേ, ട്രസ്റ്റി സെക്രട്ടറിയാണ്. അപ്പം 6 വർഷമായി മുടങ്ങി കിടക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു കളിയാട്ട മഹോത്സവം. അപ്പോൾ ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ ആഘോഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ആഘോഷം നമ്മൾ കഴിഞ്ഞ വർഷം 6 വർഷം മുമ്പ് നടത്തുന്നതിന് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി ആയിട്ട് വിപുലപ്പെടുത്തിയിട്ട് നടത്താനുള്ള എല്ലാവരുടെയും നമ്മൾ പിന്നെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും അയൽവക്കക്കാരുടെയൊക്കെ നിസ്തൂലമായിട്ടുള്ള ആ ഒരു സ്നേഹവും ഇതെല്ലാം കൂടി കുറേ പ്രായമുള്ള ആൾക്ക് നമ്മളെ ദൈവത്തിന് കാണണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം. അതാണ് നമ്മൾ ഇതിനകത്ത് പിന്നെ 6 വർഷമായിട്ട് മുടങ്ങിക്കിടക്ക് നമ്മൾ ഇതിനകത്ത് എടുത്തിടാം. പ്രായമുള്ള കുറേ ആൾക്ക് ദൈവത്തിന് കാണേണ്ട അവർക്കാവില്ല. അങ്ങനെ ഇതുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ പിന്നെ സന്തോഷ് പിന്നെ കോയിനാട്ട് മച്ചൻ എല്ലാവരും തന്നെ പിന്നെ നമ്മുടെ സുരേഷ് മാഷ് പിന്നെ അയാൾ ട്രഷറാണ്. അപ്പോൾ ഒരു ചെയർമാനുണ്ട്, നമ്മൾ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ ഇല്ല, എല്ലാവരും പുറത്താണ്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണവും ഇതെല്ലാം നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ ഈ ചടങ്ങിൽ വന്ന് പിന്നെ പങ്കെടുത്ത് നമ്മൾ ആ അന്നദാനം കഴിച്ചിട്ട് പോകണം. അപ്പോൾ മാഷെ വളരെ ഭംഗിയായിട്ട് മാർച്ച് 7, 8 തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ട്രഷർ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഒരു കുടുംബക്ഷേത്രമാണ്, നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്, ഒരു കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു മഹോത്സവം കൂടിയാണിത്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങ് തെയ്യത്തിന് അടയാളം കൊടുക്കൽ ചടങ്ങാണ്. അപ്പോൾ അത് ഭംഗിയായി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിലായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുകയാണ്. പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ശനിയാഴ്ച സന്ധ്യക്ക് പിന്നെ മാണിപ്പോതിയുടെ തോറ്റത്തോടു കൂടി ഇത് ആരംഭിക്കും. അതുപോലെ തന്നെ പിന്നീട് മാണിപ്പോതി ഭഗവതി, അതുപോലെ തന്നെ ഗുളികൻ ദൈവം, ധർമ്മദൈവം, അതോടൊപ്പം ഞായറാഴ്ച പുലർച്ചെ പ്രധാന ദൈവമായിട്ടുള്ള പെരുമ്പുഴ അച്ഛൻ്റെ തെയ്യവും കെട്ടിയാടപ്പെടുകയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇത് നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ വർഷം മികച്ച എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ്, വിപുലമായ രീതിയിലാണ് നടക്കുന്നത്. ഈ നാട്ടുകാരുടെ ഒരു വലിയ സഹകരണം
നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തിൻ്റെ ഒരു ഐശ്വര്യം നിലനിർത്തി കൊണ്ടുപോകാൻ ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. എല്ലാവരെയും ഈ ആഘോഷ പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. അപ്പം നാളെ മറ്റന്നാളും ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കളിയാട്ട മഹോത്സവം നടക്കുന്നത്. എന്താണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളും കാര്യങ്ങളും? ഇത് നാളെ ഒരു ദിവസം സന്ധ്യക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരും. പിന്നെ മാണിപ്പോലി ആദ്യം, പിന്നെ ധർമ്മദൈവം, ഗുളികൻ, പിന്നെ പെരുമ്പശൻ്റെ തോറ്റം, പിന്നെ രാവിലെ വെളുപ്പിന് നമ്മുടെ ഇവിടുത്തെ പ്രധാന ദൈവമായ പെരുമ്പശൻ ദൈവം കിട്ടും. നമ്മുടെ ഈ ഒരു ക്ഷേത്രം തറവാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ പെരുമ്പുഴ തച്ചൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? പെരുമ്പുഴ അച്ഛൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കല്യാണം കഴിച്ച് വന്നതാണ്. ഇവിടുത്തെ കുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാണ് ഒരാൾ പറയും. അപ്പോൾ അങ്ങനെ വന്ന ശേഷം ഇവിടെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഇപ്പം മുടങ്ങിയ പോലെ തന്നെ ആദ്യം മുടങ്ങി. ഞങ്ങളിവിടെ വന്ന ശേഷം തുടർച്ചയായിട്ട് നടത്തി വരികയാണ്. പാരമ്പര്യമായിട്ട് ഈ ക്ഷേത്രം നടത്തുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട നമ്മുടെ തെയ്യം പെരുമ്പേച്ചൻ, മണിഭഗവതി, കാർമുക തെയ്യം, പിന്നെ ഗുളികൻ, ഇതെല്ലാം ഇവിടുത്തെ തെയ്യം പരമ്പരയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പനുള്ള കാലം പോലെ അതുപോലെ ഇന്നും തുടർന്ന് പോകുന്നു. 6 കൊല്ലം നിർത്തി വെച്ച് അത് ഈ പ്രാവശ്യം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എല്ലാവരും കൂടി തീരുമാനിച്ച് നമ്മളും കൂടി സഹകരിച്ച് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി. അച്ഛൻ കൊണ്ടു കിടക്കുന്ന സ്ഥാപനം 5-6 കൊല്ലം ഇല്ലാണ്ട് ഭയങ്കര വിഷമം എന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യം അച്ചപ്പൻ കൊണ്ടു കിടക്കുന്നത് എൻ്റെ അച്ഛപ്പൻ ഞാൻ അച്ഛൻ്റെ കാരണമുള്ളൂ. ഇത് ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തോളൂ. അത് ഞാനും എൻ്റെ മരുവനും കൂടി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട്, അത് എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയാണ്. ഇത് ഇക്കെല്ലാം കാക്കണമെന്നില്ല വലിയ ആ വിഷമം തീർന്നു. ഇന്നൊരു അതിനെപ്പറ്റിയൊരു ചടങ്ങിന് വേണ്ടി അതിന് വന്നതാണ്. അത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ എൻ്റെ ജോലി ഭംഗിയായി ചെയ്തു. നാളെയും മറ്റന്നാൾ മാർച്ച് 7, 8 തീയതികളിലാണ് നമ്മുടെ പെരുമ്പുഴ തച്ചൻ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ദൈവത്തിന് അടയാളം വെക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മോട് സംസാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ ഈ പരിക്കളം പെരുമ്പുഴ തച്ചൻ ക്ഷേത്രത്തിലേക്ക് ഈ ഒരു കളിയാട്ട മഹോത്സവം കാണുവാനും ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷത്തിലേക്ക് എല്ലാവരെയും കൂടി ട്രൂ മീഡിയ സ്വാഗതം ചെയ്യുകയാണ്.